എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കന്നഡ രീതിയിലുള്ള ഒരു രസമാണ്. രസം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ: എണ്ണ, കായം, ഉപ്പ്, പുളി, കരിയാപ്പില, പച്ചമുളക്, ചെറുള്ളി, മഞ്ഞൾ, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, മല്ലിയില, ഉലുവ, വറ്റൽമുളക്, ജീരകം, കുരുമുളക്. കുറച്ച് പൊടി വേണം. അത് ഞാൻ വെള്ളത്തിലിട്ട് അലിച്ച് വയ്ക്കുകയാണ്. അതിലേക്ക് ഈ ടൊമാറ്റോ, ഒരു 3 ടൊമാറ്റോ ഇട്ട് വയ്ക്കണം. ഈ സാധനങ്ങളെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. കുരുമുളക്, 2 സ്പൂൺ ജീരകം, 1 സ്പൂൺ, ഒരു പിഞ്ച് ഉലുവ. ഈ പൊടിച്ചെടുത്ത മസാല ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചെറുള്ളി, ഇഞ്ചി 2 പീസ്, കുറച്ച് വെളുത്തുള്ളി, 4 പച്ചമുളക് ഞാൻ ക്രഷ് ചെയ്തെടുത്ത് രസം ഉണ്ടാക്കാൻ ഇടണം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയും കൂടെ വേണമായിരുന്നു, അതും കൂടെ ഇതിലൂടെ ചേർക്കാം. 2 സ്പൂൺ കടുക്, 4 വറ്റൽമുളക്. ആദ്യം ക്രഷ് ചെയ്ത് വെച്ചിരുന്ന വറ്റൽമുളക്, നല്ല മുളക്, ജീരകം എല്ലാം കൂടെ എണ്ണയിലേക്ക് ഇടുക. ഇതിലേക്ക് കുറച്ച് കരിയാപ്പില, മഞ്ഞപ്പൊടി, പിന്നെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് മിക്സ് ചെയ്യണം. തക്കാളിയും ഈ പുളിയും കൂടെ ജ്യൂസായത് മസാലയൊക്കെ ഒഴിക്കുകയാണ്. ഇതിലേക്ക് 3 സ്പൂൺ ഉപ്പ്. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഒഴിക്കാനായിട്ടുള്ള വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ. ജസ്റ്റ് ഇതൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കും. ജസ്റ്റ് തിള വരുന്നതുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടുക. അങ്ങനെ കന്നഡ രീതിയിലുള്ള രസം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.